സ്പോട്ട് ലൈവിൽ ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരം മംഗലപുരത്തേക്കാണ്. അവിടെ ഭിന്നശേഷിക്കാരിയായ സ്ത്രീയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായി. പോത്തൻകോട് സ്വദേശി തൗഫീഖാണ് മണിക്കൂറുകൾക്കകം പിടിയിലായത്. ഇയാൾ നിരവധി കേസിലെ പ്രതിയും സ്ഥിരം മോഷ്ടാവുമാണ്. കൊയ്ത്തൂർക്കോണം സ്വദേശി തങ്കമണിയെ ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഇത് പ്രതിയെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ സൂചനയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. എന്താണ് പോലീസിന്റെ ഈ കൊലപാതകത്തിലുള്ള കണ്ടെത്തൽ? രഞ്ജിത്ത്, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്താനായി എന്നതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള നേട്ടം. ഇന്ന് പുലർച്ചെയാണ് കൊലപാതകം നടക്കുന്നത്. മംഗലപുരത്ത് കൊലപാതകം നടക്കുന്നു. കൊയ്ത്തൂർക്കോണം എന്ന സ്ഥലത്താണ് തങ്കമണി എന്ന 65-കാരി ഭിന്നശേഷിക്കാരിയാണ് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയാണ്. പുലർച്ചെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് തങ്കമണി പുറത്തേക്ക് പോകുന്നത്. രാവിലെയോടുകൂടി തങ്കമണിയുടെ സഹോദരിയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. തങ്കമണിയുടെ തന്നെ സഹോദരൻ്റെ വീട് തൊട്ടടുത്തുണ്ട്. ആ വീടിന് പിറകിലെ പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ നേരത്തെ ധരിച്ചിരുന്ന ലുങ്കി അത് ശരീരത്തിൽ മൂടിയ നിലയിലായിരുന്നു. ഒപ്പം തന്നെ കമ്മലുകൾ കവർച്ച ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് മംഗലപുരം പോലീസിനെ വിവരം അറിയിക്കുന്നു. മംഗലപുരം പോത്തൻകോട് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടന്നത്. ഈ സമയത്താണ് കന്റോൺമെന്റ് പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. ഒരു ബൈക്ക് മോഷണം പോയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത്. ആ ബൈക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ബൈക്കിൽ തൗഫീഖ് ഈ പ്രദേശത്ത് വന്നതായി മനസ്സിലാക്കുന്നു. രാജാജി നഗറിലെ വ്യക്തിയുടെ ബൈക്കാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം. തൗഫീഖ് നേരത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയാണ്. മോഷണക്കേസ് ഉൾപ്പെടെയുണ്ട്. പോക്സോ കേസിൽ പ്രതിയാണ്. കവർച്ച കേസുകൾ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള അന്വേഷണമാണ്. ഈ ബൈക്ക് മോഷണം പോയതും തൗഫീഖിൻ്റെ അവിടുത്തെ സാന്നിധ്യവും ഈ സ്ഥലത്തെ കൊലപാതകവും കൂടി ചേർത്താണ് ഈ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ പ്രവർത്തനം, പോലീസ് നായ മണം പിടിച്ച് എത്തിയ സ്ഥലം, അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തൗഫീഖിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. തുടർന്നാണ് ഈ ബൈക്കിൽ യാത്ര ചെയ്തു വരുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. ആ നിലയ്ക്കാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടുകയും ചെയ്തു. കമ്മലുകൾ ചാലയിലെ ജുവലറിയിൽ വിറ്റു എന്നാണ് തൗഫീഖ് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാലയിലേക്ക് പ്രതിയുമായി പോലീസ് എത്തി. ഈ കമ്മലുകൾ ജുവലറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ തൗഫീഖ് നേരത്തെ തന്നെ തങ്കമണി ഒറ്റയ്ക്ക് താമസിക്കുന്ന വിവരം മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുക എന്നത് ഒരു സാധ്യമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തൗഫീഖ് അവിടെ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ യാത്രക്കിടയിൽ മനസ്സിലാക്കുന്ന വിനോദ്, ഇയാള് പോക്സോ, കവർച്ച തുടങ്ങിയ നിരവധി കേസുകളിലുള്ള പ്രതി കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. കരുതിക്കൂട്ടി ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഇയാൾ. അങ്ങനെ ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിശോധനാ വിധേയമാകേണ്ടതുണ്ട്. തീർച്ചയായും തൗഫീഖിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം പോക്സോ കേസിൽ ഉൾപ്പെടെ നേരത്തെ പ്രതിയായിട്ടുള്ള ആളാണ്, ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ്. തങ്കമണി ഒറ്റയ്ക്ക് താമസിക്കുന്നത് മനസ്സിലാക്കി അവിടേക്ക് എത്തി എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്. പക്ഷേ ഈ യാത്രക്കിടയിൽ മോഷ്ടിച്ച ബൈക്കിന്റെ ചെയിൻ പൊട്ടിപ്പോകുന്നുണ്ട്. അത് ഈ വീടിന് അടുത്ത് വെച്ച് തന്നെയാണ്, മംഗലപുരത്തിനടുത്താണ് ഈ ബൈക്ക് കേടാകുന്നത്. അതിനുശേഷമാണ് മറ്റൊരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തങ്കമണി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിവരം തൗഫീഖിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു മോഷണ ശ്രമം ഉള്ളിൽ വെച്ച് യാത്ര നടത്തുകയും സൗകര്യം പോലെ എവിടെയെങ്കിലും മോഷണം നടത്താമെന്ന ചിന്തയിൽ, കൊടും ക്രിമിനലാണ്, നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആൾ ആണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കറങ്ങി നടന്നൊരു മോഷണം നടത്താം എന്ന ചിന്തയിലെത്തുകയും പുലർച്ചെ തങ്കമണിയെ ഒറ്റയ്ക്ക് കാണുകയും ചെയ്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകവും കവർച്ചയും നടത്തി എന്ന വിലയിരുത്തലിലേക്കും പോകാം. ഏതായിരുന്നാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നിർണായകമായത് കഴിഞ്ഞ ദിവസം രാജാജി നഗറിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ട ഒരു ബൈക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ആദ്യത്തെ CCTVയിൽ ബൈക്കിൻ്റെ സാന്നിധ്യമില്ല. എന്നാൽ പോലീസ് നായ മണം പിടിച്ച് തൗഫീഖ് എത്തിയ ഈ കൊലപാതകം നടന്നതിന് അടുത്ത സ്ഥലത്തേക്ക് എത്തുകയും അവിടെ തൗഫീഖിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നടത്തുന്ന പരിശോധനയിലാണ് ഈ ബൈക്കിലാണ് തൗഫീഖ് അവിടെ എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ലിഫ്റ്റ് ചോദിച്ച് എത്തുന്ന ബൈക്കിന് മുൻപ് തന്നെ ഒറ്റയ്ക്കൊരു ബൈക്കിൽ അവിടേക്ക് യാത്ര ചെയ്ത് എത്തിയ വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മോഷണം പോയ ബൈക്കിലാണ് തൗഫീഖ് അവിടെ എത്തിയതെന്ന കാര്യം മനസ്സിലാക്കുന്നു. തുടർന്ന് തൗഫീഖിനെ കുറിച്ചുള്ള പരിശോധനകൾ, പോത്തൻകോട് സ്വദേശിയായ തൗഫീഖ് നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന കാര്യം പോലീസ് മനസ്സിലാക്കുന്നു. കവർച്ച കേസുകൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, പോക്സോ കേസ്, ഇങ്ങനെ ഒട്ടനവധി കേസുകളിൽ പ്രതിയാണ് തൗഫീഖ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് പരിസരത്ത് നിന്ന് തന്നെ തൗഫീഖിനെ പിടികൂടുകയും ഇപ്പോൾ ആ കമ്മൽ
ചാലയിലെ ഒരു ജുവലറിയിൽ നിന്ന് ഈ മോഷണം തന്നെ ആയിരുന്നോ വിനോദ് ഇയാളുടെ ലക്ഷ്യം? കാരണം നമുക്കറിയാം ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് എന്ന് നേരത്തെ അറിഞ്ഞിരിക്കണം. സഹോദരന്മാരൊക്കെ അടുത്തുണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്കായിരുന്നു താമസം. ഇവരുടെ ഒരു ഹിസ്റ്ററി അറിയണം. ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ട്, കമ്മലെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. മുഖത്ത് മുറിവിന്റെ പാടുകളുണ്ട് എന്നൊക്കെ വിവരങ്ങളുണ്ട്. അപ്പോൾ മോഷണം മാത്രമായിരുന്നോ ലക്ഷ്യം? തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്കത് പറയാൻ കഴിയില്ല രഞ്ജിത്ത്. കാരണം അവിടെ ഉള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ മോഷണ ശ്രമം മാത്രമായിരുന്നു എന്നതിൽ സംശയമുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കൂടുതൽ രാസപരിശോധനാ ഫലങ്ങൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇയാളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നിരവധി നടത്തിയിട്ടുള്ള ആളാണ്. പോക്സോ കേസിലെ പ്രതിയാണ്. സ്ത്രീകൾക്ക് നേരെ പലകുറി ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുള്ള ആളാണ്. കവർച്ച കേസുകളിലെ പ്രതിയാണ്. തുടരെ കേസുകളിൽ പ്രതിയാവുകയും നേരത്തെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ആളാണ് തൗഫീഖ്. തൗഫീഖിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും മോഷണ ശ്രമം മാത്രമായിരുന്നു എന്നതിലും സംശയമുണ്ട്. മാത്രമല്ല അവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തങ്കമണി ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്തിന് യാത്ര ചെയ്ത് മംഗലപുരം വരെ എത്തുകയും അവിടെ ആ ബൈക്ക് കേടാകുമ്പോൾ മറ്റൊരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് ഈ സ്ത്രീ താമസിച്ച വീടിന് പരിസരത്തേക്ക് എത്തി എന്നതും സംശയമുളവാക്കുന്ന ഒരു കാര്യം. രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ഈ സ്ഥിരം കവർച്ചക്കാരൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയും സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് മോഷണം നടത്തുകയും എന്ന ഒരു രീതി, അതല്ലെങ്കിൽ നേരത്തെ തന്നെ തങ്കമണി ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി അവിടെ എത്തി അവരെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന ലക്ഷ്യം, അതോടൊപ്പം തന്നെ കവർച്ച. ഈ രണ്ട് സാധ്യതകൾ. ഏതായിരുന്നാലും മൃതദേഹം കണ്ടെത്തുമ്പോൾ അവർ ധരിച്ചിരുന്ന ലുങ്കി ശരീരത്തിൽ മൂടിയ നിലയിലായിരുന്നു. ബ്ലൗസ് കീറിയിരുന്നു. വസ്ത്രങ്ങൾ ഒക്കെ തന്നെ കീറിയ നിലയിലായിരുന്നു. ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കമ്മൽ കൂടി കവർ ചെയ്യപ്പെട്ട കാര്യം സഹോദരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തങ്കമണിയുടെ സഹോദരിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം കൂടിപ്പെടുന്നത്. ഇപ്പോൾ അത് ചാലയിലെ ഒരു ജുവലറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ 5000 രൂപയ്ക്ക് അത് വിറ്റു എന്ന മൊഴിയാണ് പ്രതി പോലീസിന് നൽകിയിട്ടുള്ളത്. രഞ്ജിത്ത്, ഏതായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ കേരള പോലീസിന് അഭിമാനിക്കാം വിനോദ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടാനായി. ഇതൊരു കൊലപാതകം സംഭവമാണ്. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. അപ്പോഴും വളരെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് പ്രധാന കാര്യമാണ്. ആ തരത്തിൽ അന്വേഷണ സംഘത്തെ അടക്കം നമുക്ക് അഭിനന്ദിക്കുകയും വേണം ഈ ഘട്ടത്തിൽ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേരള പോലീസിന് കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാധ്യത കൂടിയാണ്. പലപ്പോഴും പല കേസുകൾ തെളിയാതെയോ അല്ലെങ്കിൽ നീണ്ടുപോവുകയോ ചെയ്യുന്നതൊക്കെ പല വിലങ്ങുതടികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ന ആരോപണം നേരിടുന്ന സേനയാണ് കേരള പോലീസ്. പക്ഷേ ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ, പുലർച്ചെയാണ് ഈ കൊലപാതകം നടക്കുന്നത്, മണിക്കൂറുകൾക്കുള്ളിൽ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും രണ്ട് സംഭവങ്ങൾ കണക്ട് ചെയ്യാൻ കഴിയുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒന്ന്. നഗരത്തിൽ നിന്ന് മോഷണം പോയ ബൈക്ക്, ആ ബൈക്കിൽ യാത്ര ചെയ്ത ആൾ തൗഫീഖാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. തൗഫീഖിന്റെ സാന്നിധ്യം ഈ സ്ത്രീ കൊല്ലപ്പെട്ട സ്ഥലത്ത് തൗഫീഖ് എത്തി എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല കൊലയാളി തൗഫീഖാണ് എന്ന് കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് തൗഫീഖിനെ പിടികൂടാനായത്. കാരണം സ്ഥിരം കുറ്റവാളിയാണ്. ഇത്തരം കുറ്റവാളികൾ കുറ്റകൃത്യം നടത്തിക്കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിടുക എന്നതായിരിക്കും അവരുടെ ഒരു രീതി. പക്ഷേ തൗഫീഖ് അങ്ങനെ മുങ്ങുന്നതിന് മുമ്പ് തൗഫീഖിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്നൊരു പ്രകോപനത്തിൽ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമല്ല, മറിച്ച് സ്ഥിരം കുറ്റവാളികളാണ്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യം നടത്തി സ്വർണവുമായി മുങ്ങുക, ചാല വരെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കമ്മലുകളുമായി ചാലയിലെത്തി 5000 രൂപയ്ക്ക് അത് വിറ്റു. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായും ഇങ്ങനെയുള്ള പ്രതികളാണെങ്കിൽ അവർ സ്ഥലം വിടുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ സ്ഥലം വിട്ട് പോകുന്നതിന് മുൻപ് തന്നെ പിടികൂടാനായി എന്നത് പോലീസിന്റെ നേട്ടമായി മാറുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ പോലീസിനെ അഭിനന്ദിക്കണം. ഒപ്പം ഈ പ്രതിയെ വളരെ കൃത്യമായി തന്നെ പിടിക്കാനായി പോലീസിന് സാധിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.